4 രീതിയിലാണ് നമ്മളുടെ ബിസിനസ്സിനെ നമുക്ക് വളർത്താൻ പറ്റുന്നത്. ഓപ്ഷൻ നമ്പർ 1, ഷുക്കൂറിക്കയുടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്, നിലവിലെ പട്ടാമ്പി എന്ന മാർക്കറ്റ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ഷുക്കൂറിക്കയ്ക്ക് എന്ത് ചെയ്യാം? പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരാം. ന്യൂ പ്രൊഡക്റ്റ്. സെയിം മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റ്. സക്കറിക്ക സെയിം മലബാർ മാർക്കറ്റിൽ ന്യൂ പ്രൊഡക്റ്റ്. ഇതാണ് ഓപ്ഷൻ നമ്പർ 1. ഇതിന് പറയുന്ന പേരെന്താ? പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഓപ്ഷൻ നമ്പർ 1, എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാം. ഓപ്ഷൻ നമ്പർ 2, പുതിയ മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാം. പുതിയ മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാം. പുതിയ മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റ്, വിച്ച് മീൻസ് എ ന്യൂ സ്റ്റാർട്ടപ്പ്. മൂന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ നമ്പർ 3, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള, എക്സ്പാൻഷനിലേക്ക് പോകാനുള്ള മൂന്നാമത്തെ ഓപ്ഷൻ, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഷുക്കൂറിക്കയുടെ പ്ലൈവുഡ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? പുതിയ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാം. എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെ കൊല്ലത്തേക്ക് കൊണ്ടുപോകും, അല്ലെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ പേരാണ് എക്സ്പാൻഷൻ. എന്താണത്? എക്സ്പാൻഷൻ. കാരണം ഇതിനാണ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. പുതിയൊരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരാം. നിങ്ങളൊന്ന് എഴുതിക്കേ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എന്ത് പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ പറ്റും? അല്ലെ സർവീസ് ആയിക്കോട്ടെ, വാട്ട് എവർ. എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ പുതിയത് എന്ത് കൊണ്ടുവരാം? കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ഒരാശയം ഒന്ന് എഴുതിക്കേ. രണ്ടാമത്തെ ഓപ്ഷൻ, പുതിയ മാർക്കറ്റിൽ എന്ത് പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാം? ഞാൻ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു മാർക്കറ്റിൽ പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് പോവാം. എന്ത് ചെയ്യാം? വേഗം ഒരു ഐഡിയ എഴുതി വെച്ചാൽ മതി. മൂന്നാമത്തെ, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ എങ്ങനെ എനിക്ക് പുതിയൊരു മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാം? അങ്ങനെയാണെങ്കിൽ ആ പുതിയ മാർക്കറ്റ് ഏതാണ്? പുതിയ സ്ഥലം, പുതിയ ലൊക്കേഷൻ ആണ് മൂന്നാമത്തെ ഓപ്ഷൻ. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ ഏത് പുതിയ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാം? നാലാമത്തെ ഓപ്ഷനാണ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എങ്ങനെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് കൂടുതൽ വിൽക്കാം? ഇതിൻ്റെ പേരാണ് റവന്യൂ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ റിവോപ്സ് എന്ന് പറയും. റിവോപ്സ് പുതിയൊരു വാക്കാണ്. റിവോപ്സ്, REVOPS, റവന്യൂ ഓപ്പറേഷൻസ്, റിവോപ്സ്. അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. എന്താ സംഭവം? എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് കൂടുതൽ വിൽക്കുന്നു. റിവോപ്സ് പേര് കേട്ടൊന്നും പേടിക്കേണ്ട, നമ്മളുടെ പതിവ് കരിമ്പും ജ്യൂസ് ഉണ്ടാക്കുന്ന പരിപാടി തന്നെ. ഇപ്പം നമ്മൾ പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഏത്? പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, എക്സ്പാൻഷൻ ആയിക്കോട്ടെ. ഇതിൻ്റെ പ്രശ്നം എന്താ? യു നീഡ് ക്യാപിറ്റൽ. ആണോ? ഈ ചെയ്യുന്ന പുതിയ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, പുതിയ ലൊക്കേഷൻ ആയിക്കോട്ടെ, ഇത് ഗുഡ് ഐഡിയ ആണോ ബാഡ് ഐഡിയ ആണോ എന്ന് നമുക്കറിയത്തില്ല. ചെയ്ത് കഴിഞ്ഞേ അറിയൂ. പക്ഷേ നമുക്ക് ഉറപ്പുള്ള ഒരു സാധനമുണ്ട്, എക്സിസ്റ്റിംഗ് മാർക്കറ്റിലെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നമ്മളിപ്പോൾ എന്താ ചെയ്തേ? ഇവിടെ കച്ചവടം നടക്കുന്നു, ഈ കരിമ്പെടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കരിമ്പും തണ്ടെടുത്ത് കയറ്റുകയാണ്. എന്തിന്? ചാറ് കിട്ടാൻ. പക്ഷെ അവിടെ എന്തുണ്ടായി? പുതിയ കരിമ്പിൻ്റെ ചെലവ് നമുക്ക് വന്നു. അതേ കരിമ്പ് ഒന്നുകൂടെ മടക്കി കയറ്റുന്നു. അപ്പോൾ ഉണ്ണിയേട്ട ഒന്നും ഇല്ല ഇനി ഇതീ വരാൻ. എന്ത് ചെയ്യും? ഒരു കഷ്ണം നാരങ്ങ, ഒരു കഷ്ണം ഇഞ്ചി എടുത്തു വച്ചിട്ട് കയറ്റി ഇറക്കും. അവസാനത്തെ ഇറ്റ് നീര് വരെ ഊറ്റിയെടുക്കും. ഇതിൻ്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ, അല്ലെങ്കിൽ റിവോപ്സ്. ബിസിനസ്സിൽ കച്ചവടം കൂട്ടാൻ, ടേൺ ഓവർ കൂട്ടാനാണെങ്കിൽ ഈ 3 ഓപ്ഷൻ എടുക്കാം. ലാഭം കൂട്ടാനാണെങ്കിൽ, ലുക്ക് അറ്റ് മീ, you have to opt this growth strategy. ലാഭം കൂട്ടണമെങ്കിൽ കരിമ്പും തണ്ട് ഒന്നുകൂടെ മടക്കി കയറ്റി ഇറക്കണം. എന്തൊക്കെയാണ് ഈ കരിമ്പ്? കസ്റ്റമർ, സ്റ്റാഫ്, പ്രൊഡക്റ്റ്, മാർക്കറ്റ്, നമ്മൾ. അപ്പോൾ ഈ സാധനത്തിന് ഒന്നുകൂടെ ഒന്ന് കയറ്റി ഇറക്കിയാലോ, 2 കൂടെ 3 വട്ടം കയറ്റി ഇറക്കിയാലോ? നമ്മുടെ എംപ്ലോയീസ് 100% കൊടുക്കുന്ന ശമ്പളം മുതലാക്കുന്ന മുതലാളിമാർ എത്ര പേര് ഇവിടെ ഉണ്ട്? ഇല്ല. 100% എക്സിസ്റ്റിംഗ് മാർക്കറ്റിനെ, എക്സിസ്റ്റിംഗ് ഓഫീസിനെ യൂട്ടിലൈസ് ചെയ്യുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? 100% എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് പ്രോഫിറ്റ് എടുക്കുന്ന എത്ര പേരുണ്ട്?
ഇതാണ് ഏറ്റവും വലിയ ലാഭം. റിവോപ്സ് ഒപ്റ്റിമൈസേഷൻ എന്താണ്? എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് കൂടുതൽ വിൽക്കുക.